അപ്പം നമുക്ക് ഇന്ന് കേര കറി വെക്കുന്നത് കണ്ടാലോ. കേരയാണ് ഇന്ന് മീൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ കിട്ടിയത്. അപ്പം നമ്മൾ കേര നല്ലോണം വൃത്തിയായി കഴുകി ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വറുക്കാനും എടുത്ത് അത് പിന്നീട് കാണിക്കാം. അപ്പോൾ കേരക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക്, എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഉള്ളി, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇത്തിരി ഉപ്പിട്ട് വഴറ്റുക. ഉപ്പിട്ട് വഴറ്റുക. വഴറ്റുക. മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി. ക്യാരറ്റ് ഇത്തിരി എരിവ് വേണം, അപ്പോൾ ഇത്തിരി മുളക് പൊടി അധികം ഇടണം. ഞങ്ങളിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കണം. അത് കാരണം എത്ര ഇട്ടാലും എരിവ് അധികം തോന്നില്ല. ഇത്തിരി മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇത്തിരി കുരുമുളക് പൊടി, പേരിനിട്ടാൽ മതി. ഇത്തിരി കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റുക. അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഇത് ചാറ് നല്ലോണം തിളച്ച് ഇനി അതിലേക്ക് നമുക്ക് കഷ്ണം പെറുക്കിയിടാൻ പോണേനെ. ഞാൻ കുറച്ച് പറ്റട്ടെ. കേരയുടെ കുറച്ച് പറ്റേ കേരയുടെ കുറച്ച് പീസെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾ പൊടി, സ്വല്പം കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പും ഇതെല്ലാം കൂടി ഞങ്ങൾ പുരട്ടി വെക്കാൻ പോകും. നമ്മുടെ കറി തിളച്ച് നല്ലോണം പറ്റി എണ്ണയൊക്കെ തെളിയണം. അതെ, തീ കുറച്ചിട്ടാൽ അപ്പോൾ എണ്ണ നല്ലോണം തെളിയും. തീ കുറച്ചിട്ടാലേ എണ്ണ തെളിയത്തുള്ളൂ. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് മതി. ഇപ്പം നമ്മുടെ കേരക്കറി റെഡിയായി. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. നേരി തീയിൽ പറ്റി വരുമ്പോൾ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞിരിക്കുന്നത്. സൈഡിലെല്ലാം എണ്ണ തെളിയണം. കേര വറക്കാൻ പോണേനെ കുറച്ച് എണ്ണ ഇടട്ടെ. കേര കഷ്ണം കണ്ടേ, ഇതങ്ങോട്ട് ഇടണേന്. നേരത്തെ ഉണ്ടല്ലോ ഇടയ്ക്ക് ഇത്തിരി വേപ്പല ഇട്ട് കൊടുക്കണത് നല്ലതായിരിക്കും. നല്ല സ്വാദാണ്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വാദിന് വേണ്ടിയാണ് ഈ വേപ്പല ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അതും കൂടി ഇട്ടേക്കാം. അത് അവിടെ കിടന്ന് മരിയട്ടെ. അങ്ങനെ നമ്മുടെ കേരക്കറിയും ഫ്രൈയും റെഡിയായിട്ടുണ്ട്. കണ്ടാ നല്ല ചുമന്നൊക്കെ തെളിഞ്ഞ് നിൽക്കണണ്ട. ഇത് ഫ്രൈയും അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.